Today we are at Government Medical College Ernakulam. നീറ്റ് ഗാലയുടെ ഭാഗമായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതാ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് റൈറ്റ് നൗ വി ആർ അറ്റ് എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. Welcome to Dopa Exchange, where we discuss about the X factor about NEET. And നമ്മളെ കൂടെ ഉള്ളത് സഞ്ജയ് ആൻഡ് യുവരാജ് ആണ് ഫ്രം രാജസ്ഥാൻ. ഓക്കെ, വെൽക്കം സഞ്ജയ് ആൻഡ് യുവരാജ്. സോ സഞ്ജയുടെ കേസിൽ സഞ്ജയ് പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഈ ഒരു നീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നീറ്റിലേക്ക് ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്ക് കുറേ കൺസേൺസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം സഞ്ജയുടെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സഞ്ജയ്ക്ക് ഏറ്റവും കൂടുതൽ നേരിട്ടിരുന്ന ഒരു പ്രോബ്ലം എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏതൊരു നീറ്റ് എഴുതുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും എല്ലാവർക്കും MCQ ആണ്. ലൈക്ക് എല്ലാവർക്കും 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒന്ന് കർപ്പിച്ച് കഴിഞ്ഞാൽ ലൈക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ 180 മിനിറ്റിനുള്ളിൽ 180 ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കുക, അറ്റ് ദ സെയിം ടൈം നമ്മളിത് കറപ്പിക്കണം നോക്കിയിട്ട് എന്ന് പറയുമ്പോൾ ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായ ടാസ്ക്കാണ്. കാരണം നമ്മൾ ഇവിടുന്ന് A ആണെങ്കിൽ അതന്നെ ഇവിടുത്തെ A മാർക്ക് ചെയ്യാന്ന് പറയുന്നതും ഞാൻ കിട്ടുന്ന ഉത്തരം തന്നെയാണ് ഞാൻ ഓപ്ഷനിൽ കാണുന്നു മനസ്സിലാക്കുന്ന എടുത്തുനിന്ന് മനസ്സിലാക്കി ഇതിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് ഈ തിരക്കിനിടയിൽ ചിലപ്പോൾ നന്നായി നടക്കണം എന്ന് നിർബന്ധമില്ല. ഇല്ല അവിടെയാണ് നമ്മളെ പഠിക്കുന്നതും നമ്മൾ എക്സാമിൽ പ്രിപ്പയർ ചെയ്യണതും എക്സാമിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനുള്ള വ്യത്യാസം വരുന്നത്. നമ്മൾ എത്ര പഠിക്കുന്നതിലുള്ള കാര്യം നമ്മൾ എക്സാം എഴുതുന്ന ഇമ്പോർട്ടൻസിലായിരിക്കും. അതായത് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ മോഡൽ എക്സാംസും എഴുതുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ആ ടൈം ബൗണ്ടായിട്ട് എങ്ങനെ നമുക്ക് അക്യൂറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാന്നുള്ള കാര്യം അത് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഒരു സെനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 45ാമത്തെ ക്വസ്റ്റ്യൻ ഒരു 46ാമത്തത് പോയി മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബേസ് ചെയ്ത് മുകളിലോട്ട് താഴെ വരെ ഉള്ളത് ഒറ്റയടിക്ക് പോകും. അങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഞ്ജയ് റെഗുലറായിട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ എനിക്ക് തുടക്കത്തിൽ പലതവണ എനിക്ക് അങ്ങനെ ഉണ്ടായൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് തന്നെ എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി എന്താണെന്നുള്ളത്. ഇങ്ങനെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന തെറ്റാണ്. നമ്മൾ ഉത്തരം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ചാടിക്കയറി ലൈക്ക് ഒരു ആക്രാന്തം പിടിച്ച് എഴുതുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് ഇല്ലാതെ തന്നെ നമ്മൾ ഉറപ്പിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തിയ ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ലൈക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡേ 180 മിനിറ്റ്സ് ഒരു പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ അത് കിട്ടുന്നത് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 1 പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തെറ്റെന്താണെന്നുള്ളത് നമുക്ക് ടൈമിൽ മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അങ്ങനെയായിരുന്നു ഒരു പരിധി വരെ നമ്മളെ തെറ്റുകൾ ടാക്കിൾ ചെയ്യാൻ പറ്റിയായിരുന്നത്. എന്താ പറയുക, സഞ്ജയ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ഒരു 700+ അങ്ങനെയാണെന്നാണ് ഫ്രണ്ട്സ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ആൻഡ് റെഗുലറായിട്ട് ഈ ഒരു മിസ്റ്റേക്സ് അങ്ങനെ കൺസിസ്റ്റന്റ്ലി ആ മിസ്റ്റേക്ക് നീറ്റിനും വരും. ആൻഡ് പെയിൻഫുൾ ആണ്. ബട്ട് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അതിൽ നിന്നും പഠിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പം നമ്മൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റും നമ്മൾ എത്ര ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ എക്സാം എഴുതുന്നൊരു മാറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര തിയറി അറിഞ്ഞിട്ടും കാര്യമില്ല, എത്ര സ്പീഡ് ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾ മാർക്ക് ചെയ്യുന്നത് പോവുകയാണെങ്കിൽ അത് പോയി. ലൈക്ക് കേൾക്കുമ്പോൾ വളരെ സില്ലിയായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഒരൊറ്റ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇയർ പ്രിപ്പറേഷൻ. നമ്മൾ ഇത്രയും എക്സ്ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും ആരും ഈ ഒരു ബബ്ലിങ്ങിനെ കുറിച്ചിട്ട് അഡ്രസ് ചെയ്തിട്ടില്ല. ലൈക്ക് ബബ്ലിങ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയില്ല. അൾട്ടിമേറ്റ്ലി ബബ്ലിങ് ആണ് ഇതിന്റെ എൻഡ് പ്രോസസ്സിൽ വരുന്ന ഒരു കാര്യം. പക്ഷെ അത് ആരും അഡ്രസ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ സഞ്ജയിൻ്റെ അടുത്തൊന്നും എന്തായാലും വെക്കണില്ല. ആൻഡ് കമ്മിങ് ബാക്ക് ടു യുവരാജ്, യു ആർ ഓൾ ദ വേ ഫ്രം രാജസ്ഥാൻ ആൻഡ് യു ആർ ഹിയർ അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളം. സോ വാട്ട് വാസ് ദ ടാക്കിൾസ് that you had in front of you while preparing for your NEET? For preparing for NEET, as he said, like that was also tackled during the exam. You have so much stress, the time is ticking all the time, it's going very fast, you have to bubble and all. But before that also there are a lot of tackles. Personally for me it was the stress and the doubting yourself. As I was preparing Rajasthan, like you might have heard quota factory. So it's a lot of students, the lakhs of students are giving the same exam a day. Sometimes I used to get good rank, sometimes I used to be in thousands. So one time it was in lakh or something. So that was during the first time. So it was, you self-doubt yourself because you're away from home. And your parents and everyone is thinking like my son is going to become a doctor. But when you see the ranks and all, you'll be like, so many people ahead, like
above me, like how will I get the seat and all, like there are so little seats and all. So self-doubt is a big thing. Before exam also, like during the exam also, you when you see a question you can't do it or something, like you'll self-doubting, oh, so it won't happen or something like that. And just to in the second time when I took the drop, I had one thing in clear, like we have to give test. Without second time you were self-preparing, right? Self-preparing. I was self-preparing, but I used to give a lot of tests and all. Okay. So that way you will prepare yourself for the exam also. Okay. And giving tests is actually better than reading the same thing again and again. Okay. Because when you give the test, you'll get the confidence, you'll get the way how to manage your time between the subjects, even between the subjects also. Because for me, chemistry was a big nightmare for me. I couldn't remember anything about organic chemistry. So I used to be like, I have to score better in biology and physics and all. So you prepare yourself like that. You give more time to the things which you take more time. Okay. So test is more. And then for the second time also I did that, and it becomes a little easy. And how I guess. you tackled your self-doubt? Self-doubt, actually for the second time also I was having self-doubt till we were going for the exam and all. Okay. But when I prepared well, but when I was going to the exam, my father just casually said, just don't worry, you'll crack the NEET this time. You'll get selected and all. So it was a big relief, I guess. Okay, so this is from exchange that we are seeing from. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ബ്യൂട്ടിഫുൾ പ്ലേസ് സെറ്റ് ചെയ്ത ഒരാൾ സഞ്ജയും കൂടിയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. സോ ദിസ് ഇസ് ഹരിസ്ലാൻ, സഞ്ജയ് ആൻഡ് യുവരാജ് സൈനിങ് ഓഫ് ഫ്രം ഡോപ്പ എക്സ്ചേഞ്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.